ചിരാകെ, അവസ്ഥ മാറാൻ പോവാടാ. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. ദൈവം ഈ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് നിന്റെ ലിസ്റ്റ് അങ്ങ് എടുക്കും. ഇരുപത്തിനാല് വയസ്സ് വരെ കെട്ടിപ്പറക്കിയത് മതി. ഞാന് നിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവ് എന്നോട് 3 വാചകങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ വാചകം, നിന്റെ വീടിനകത്ത് കെട്ടി നിൽക്കുന്നൊരു പ്രതിസന്ധിയുണ്ട്. ഇന്ന് രാവിലത്തെ ആരാധനയിൽ അത് പൊട്ടിപ്പോകും. നീ ജീവിച്ചിരിക്കുന്ന ദൈവമുള്ളതുകൊണ്ടാ. ദൈവം നിനക്ക് ആയുസ് തന്നേക്ക. നിന്റെ പേര് പറഞ്ഞേ. ഇനി എന്നാ ചെയ്യണമെന്നാ മനസ്സിലെ ആഗ്രഹം. ഒത്തിരി നോക്കിയോ, നടക്കുന്നില്ല. എത്ര വയസ്സായി? എടാ, ദൈവം എന്നോട് പറയുക, ഒരു സമയം കഴിഞ്ഞിട്ട് ദൈവം നിനക്കൊരു വഴി തുറക്കും. നീ ഒരു വൈദേശിക രാജ്യം വരെ പോകും. നീ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് മാറും. ആ രൂപത്തിലൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ വെളിപ്പെടാൻ പോവാ. നീ താമസിക്കുന്ന വീടില്ലേ, അതിനകത്തൊരു പ്രതിസന്ധി ഉണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവം അത് പൊട്ടിച്ച് കളയാൻ വേണ്ടി പോവാ. സഭയൊന്ന് കൈയടിച്ച്. ചിരാകെ, അവസ്ഥ മാറാൻ പോവാടാ. ഇന്ന് നിന്റെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റാ. 24 വയസ്സ്. ഇന്നത്തെ ദിവസം വീട്ടിൽ പോയി ഡയറി എഴുതിക്കോണം. ചിരാഗിനെ ദൈവം തിരിക്കും. നീ ജനിച്ചിട്ട് ഇതുവരെ സ്വന്തം വീട്ടിൽ കിടന്നിട്ടില്ല, സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടേ ഇല്ല. മക്കളെ, ലൈഫ് തിരിയാൻ പോവാ. സ്വന്തം വീട്ടിൽ താമസിക്കാൻ പോവാ. ദൈവം സ്വന്തമായൊരു വീട് നിനക്ക് തരാൻ പോവാ. ഞാൻ എൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ അങ്ങനെ കാണുക. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, നിനക്ക് വേണ്ടി സ്വന്തമായി ചിലത് തരുന്ന പോലെ. മക്കളെ, നീ കയ്യും കാലും ഇട്ട് ശ്രമമാ വിജയിക്കുന്നില്ല. എന്തോ ഒരു കുരുക്കുണ്ട്. കുരുക്ക് എന്നാന്ന് നിനക്കും അറിയത്തില്ല, നിന്റെ അമ്മയ്ക്കും അറിയത്തില്ല, നിന്റെ അച്ഛനും അറിയത്തില്ല. പക്ഷെ കുരുക്ക് എന്നാന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ ഈ മൈക്ക് മാറ്റിയിട്ട് കുരുക്ക് പറയും, കാതിൽ പറയും. പക്ഷെ ദൈവം എന്നോട് പറയുക, കുരുക്കുണ്ടെന്ന് പറയാനല്ല, കുരുക്കഴിയുമെന്ന് പറയാൻ. ഇന്ന് രാവിലെ ഇവിടുത്തെ ആരാധനയിൽ ചിരാഗിന്റെ വീട്ടിലെ കുരുക്കുകളെ ദൈവം അഴിച്ചു കളയാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച്, ആദരമൊന്ന് തുറന്ന്, നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ 2 കരങ്ങളും അടിച്ച് ഒന്ന് അന്യഭാഷ പറഞ്ഞ ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ രാവിലെ ആദരമൊന്ന് തുറന്ന്. ഞാൻ ഈ കാതിൽ പറഞ്ഞ, എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തോണ്ടാ ഞാൻ ഈ കാതിൽ പറഞ്ഞത്. ഒരു കാരണമാണ്. അവര് ശരിക്കും നിന്റെ അധപ്പതനം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നിന്റെ അമ്മയുടെ കണ്ണുനീരാ നീ ഇങ്ങനെ നിൽക്കുന്നേ. നിന്റെ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ട്, നിന്നെ ചേർത്ത് പിടിച്ച് കരഞ്ഞിട്ടുമുണ്ട്. ദൈവമേ, എൻ്റെ കൊച്ചിന് എത്ര വാടക വീട് മാറിക്കാണും? ഒത്തിരി വാടക വീട് മാറി. കെട്ടിപ്പറക്കി മടുത്തു. അല്ലയോടാ സത്യം? ഇനി ഒരു 3 കെട്ടിപ്പറക്കം കൂടെ ഉള്ളൂ. കെട്ടിപ്പറക്ക തീരാൻ പോവാ. 3 കെട്ടിപ്പറക്ക തീരുമ്പോ വാടക വീട് അവസാനിച്ച് സ്വന്തം വീട്ടിലേക്ക് ദൈവം നിന്നെ മാറ്റും. 24 വയസ്സുള്ള ചെറുപ്പക്കാരനോട്, ചിരാഗ് എന്ന ചെറുപ്പക്കാരനോട് ദൈവത്തിന് ഇന്ന് രാവിലെ ദൂത് പറയാനുള്ളത്, നിന്റെ ബാല്യപ്രായം മുതലുള്ള കെട്ടിപ്പറക്കുകൾ മുഴുവൻ തീരാൻ പോവാ. എന്നിട്ട് ദൈവം ഒരു പുതിയ അധ്യായം. മക്കളെ, ഈ വാടക വീട്ടിൽ താമസിക്കുന്നത്ര സുഖമല്ല. ആണോ? അല്ല. ശരിക്കും അല്ല. ആണോ? അല്ല. എടാ, നീ മടുത്തിട്ടുണ്ടോ? നിനക്ക് ആഗ്രഹിച്ചിട്ടുണ്ടോ സ്വന്തം വീട്ടിൽ താമസിക്കണമെന്ന്? ഒത്തിരി. എടാ, ചെറുപ്പക്കാരൻ ഈ കരയുമ്പോൾ എനിക്ക് സങ്കടമാണ്. ശരിക്കും ഭയങ്കര സങ്കടമാണ്. മിടുമിടുക്ക ചെറുപ്പക്കാരൊക്കെ കരയുമ്പോൾ എൻ്റെ ചങ്ക് കത്തിപ്പോവും. ശരിക്കും കുഞ്ഞെ, നമ്മൾ തമ്മിൽ ആദ്യം കാണുമല്ലേ? അല്ലേ? അതെ. എനിക്ക് നിനക്ക് വീടൊന്നും ഇല്ലെന്ന് അറിയത്തില്ല.
പക്ഷെ യേശുവിനറിയാം നിനക്ക് വീടില്ല. പക്ഷെ ദൈവം എന്നോട് പറയുവാടാ, നിനക്ക് നിങ്ങളുടെ എനിക്ക് കാശൊന്നും ഇല്ലടാ, പൈസ ഇല്ല, സത്യമായിട്ടും ഇല്ല, അല്ലേ? ഇല്ല. പക്ഷെ കാശ് വരും. നീ വീട് വെച്ചിട്ട് ആ വീട്ടിൽ ഞാൻ വരും. നിന്റെ വീട് കാണാൻ ഞാൻ ആ വീട്ടിൽ വരും. നീ വന്ന് സാക്ഷ്യം പറയും, യേശു എനിക്ക് വീട് തന്നെന്ന് പറയും. 24 വയസ്സ് വരെ നീ കെട്ടിപ്പറക്കിയത് മതിയെന്ന് ദൈവം പറയുക. നിന്റെ കെട്ടിപ്പറക്ക തീരാൻ പോവാ. നിന്റെ അമ്മയുടെ അച്ഛനെ കെട്ടിപ്പറക്ക. ഈ അച്ഛന് ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് എത്ര കാലമായി? ഒത്തിരി വർഷമായി അച്ഛനെ ബുദ്ധിമുട്ടായിട്ട്. അച്ഛന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടില്ല. എന്നാലും ദൈവം അപ്പനായിട്ട് കൂടെ നിൽക്കും, അമ്മയായിട്ട് കൂടെ നിൽക്കും. വീട് വെക്കുമ്പോൾ സാക്ഷ്യം പറയുമല്ലോ. നിനക്ക് വീട് കിട്ടിക്കഴിയുമ്പം ഇവിടെ വന്ന് സാക്ഷ്യം പറയില്ലേ? പറയും. ഒന്ന് കൈയടിച്ചു രാമയും പറ. ഇവനെ നിർത്തിക്കൊണ്ടൊരു കാര്യം പറയാ. ഇന്നലത്തെ ആരാധനയ്ക്ക് ഞാനൊരു പെൺകുട്ടിയെ പുറകെ എഴുന്നേൽപ്പിച്ചു. അവള് കോഴഞ്ചിലെ ധനാട്യ കുടുംബത്തിലുള്ളതാ. 30 വയസ്സുണ്ട്. നമ്മുടെ ആളുകളെല്ലാം കണ്ടതാ. 3 മാസം മുമ്പ് അവിടെ അപ്പനും അമ്മയും ആരാധനയ്ക്ക് വന്നു. അന്ന് ഞാൻ ഞായറാഴ്ച എഴുന്നേൽപ്പിച്ച് നിർത്തി പറഞ്ഞു, 2025 തീർന്നതിന് മുമ്പ് മോളുടെ എൻഗേജ്മെന്റ് നടക്കും. 2026 ആദ്യത്തെ മോളുടെ കല്യാണം നടക്കും. ഡിസംബർ 19-ാം തീയതി അവിടെ എൻഗേജ്മെന്റാ. അതിന് നന്ദി പറയാൻ വന്ന ആ കൂട്ടത്തിൽ ഞാൻ പിന്നെ യോഗം കഴിഞ്ഞിട്ടാണ് കണ്ടത്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലുണ്ട്, 34 വയസ്സുണ്ട്. അവിടെ കല്യാണം നടക്കുന്നില്ല, CSAക്കാരാ. അവിടെ അമ്മയ്ക്ക് ഇവിടെ സ്ഥിരമായിട്ട് യോഗത്തിന് വരുന്ന അമ്മ ഇവിടുത്തെ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥ, അമ്മയപ്പനും ഒക്കെ. ഇന്നലെ എന്നെ കല്യാണത്തിന് വിളിക്കാൻ വന്ന. ഡിസംബർ 24-ാം തീയതി മോടെ എൻഗേജ്മെന്റാ. ജനുവരി 2-ാം തീയതി ബോംബെ വെച്ച് കല്യാണമാ. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. ദൈവം ഈ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് നിന്റെ ലിസ്റ്റ് അങ്ങ് എടുക്കും. നിങ്ങൾ കേട്ടില്ലേ? തമ്പുരാൻ ഈ തിരക്ക് ലിസ്റ്റ് എടുക്കും. 2025 പെൻഡിങ് വല്ലതും ഉണ്ടോ എന്ന് നോക്കി ലിസ്റ്റ് എടുക്കും. ആ കൂട്ടത്തിൽ നിന്നെ ലിസ്റ്റ് കൂടെ അങ്ങ് എടുക്കും ദൈവം. കേൾക്കുന്നവരെ കൈയടിച്ചോ ആമീൻ പറഞ്ഞേ. ദൈവത്തിന്റെ പ്രത്യേകത ഒരു പ്രത്യേകതയാ. അവൻ ലിസ്റ്റ് എടുത്ത് തുടങ്ങുമ്പോ നിന്റെ കൂടെ ലിസ്റ്റ് അവൻ എടുക്കും. എടാ, പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? എവിടെ ഉണ്ട് പാസ്പോർട്ട്? കൊണ്ടുവന്നിട്ടുണ്ടോ? വീട്ടിലുണ്ട്, കൊണ്ടുവരണം. പാസ്പോർട്ട് വിസ അടിക്കും, ഒരു രാജ്യത്ത് പോവും. എന്നിട്ട് ഒരു വീടിനുള്ള അഡ്വാൻസ് കൊടുക്കും. നല്ല വീട് കിട്ടും. 24 വയസ്സ് വരെ കെട്ടിപ്പറക്കിയത് മതി. ഞാൻ കാതി പറഞ്ഞില്ലേ, അവിടെ മുൻപിൽ ദൈവം നിങ്ങളെ മാനിക്കും. അവിടെ മുൻപിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി. അങ്ങനൊരു കാര്യം കാണുവാ. പുള്ളിയുടെ പേരെന്തുവാ? നിന്റെ വല്യമ്മയുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോ? നീ ആ വല്യമ്മയോട് പറയണം. ആ വല്യമ്മ മോനെ കുറിച്ച് കരയുക. വല്യമ്മയ്ക്ക് 2 ആഗ്രഹം. അവര് ചാവുന്നതിന് മുമ്പ് അവരുടെ മകന്റെ മദ്യപാനം മാറണം. 2, അവര് ചാവുന്നതിന് മുമ്പ് 42 വയസ്സുള്ള മോൻ കല്യാണം കഴിച്ച് കാണണം. ഇത് 2ഉം നിന്റെ വല്യമ്മയുടെ ആഗ്രഹം. ഇത് 2ൽ ഒരു കാര്യം നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ദൂത് പറയാ. കൈ അടിച്ച് സഭയൊന്ന് സ്തോത്രം പറയാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ കൈ അടിച്ച് യേശുവിന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാവരും ആ കൈ ഒന്നടിച്ച് ദൈവത്തിന് അല്പനിമിഷം ഒന്ന് സ്തോത്രം പറയാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് അട്ടമന സന്തരെ ധിമന ഘടകസിയ ലേതൽ പ്രഭാ നിയാന്തരചസിയ. ഈ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ ഒരു ദൈവത്തിന്റെ ശക്തിയും ഒരു ദൈവത്തിന്റെ മഹത്വവും ഇന്ന് രാവിലെ ഇറങ്ങി വരാൻ വേണ്ടി തുടങ്ങുക. റാംദന വൈഡമന ഘടകസിയ അൽമമേ റമപ്രഭന ഘടകസിയ രേദപ്രഭ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം ചലിച്ചു വരട്ടെ. മോനെ, ഇന്ന് തൊട്ട് വീട്ടിൽ പ്രാർത്ഥന തുടങ്ങണം, പ്രാർത്ഥിക്കണം. യേശുവിനോട് പറയണം, തമ്പുരാനെ എനിക്ക് വീട് തരാൻ. ദൈവം നിനക്ക് വീട് തരും. നിന്റെ അവസ്ഥകൾ മാറും. നീ ചോദിക്കാത്ത ഒരു കാര്യം കൂടെ ദൈവം നിനക്ക് തരും. ഈ നിലയിൽ നിന്റെ പേരിനോട് ചിരാജ്
ചിരാഗ്. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, അതുകൊണ്ട് പേര് ആവർത്തിച്ച് വിളിക്കുന്നത് ചിരാഗ്. മക്കളെ, ഇതിൻ്റെ അവസ്ഥ ഇന്ന് തൊട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടക്കം ദൈവം ചെയ്യാൻ പോവാ.